സിനിമ കാണാനായി ശ്രീ മോഹൻലാൽ തിയേറ്ററിലേക്ക് എത്തിയിട്ടുണ്ട്. കവിത തിയേറ്ററിലേക്ക്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത്. ദൃശ്യം 3 സിനിമയുടെ റിലീസ് ഇന്നാണ് 8 മണിക്ക് ചിത്രം റിലീസ് ചെയ്യും. അപ്പോൾ ആരാധകർക്കൊപ്പം സിനിമ കാണാൻ പ്രിയങ്കരനായ മോഹൻലാൽ എത്തിയിട്ടുണ്ട്. തത്സമയം മോഹൻലാൽ ഒറ്റയ്ക്കല്ല, കുടുംബസമേതമാണ്. ഭാര്യ സുചിത്രയും ഉണ്ട്. അതിനൊപ്പം തന്നെ മോഹൻലാലിന്റെ ഉറ്റ സുഹൃത്ത് അദ്ദേഹവും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്നിച്ചാണ് സിനിമ കാണാനായി എത്തിയിരിക്കുന്നത്. ആരാധകർക്കൊപ്പം ദൃശ്യം 3 കണ്ട് ആഘോഷമാക്കാനാണ് പിറന്നാൾ ദിനത്തിൽ മോഹൻലാലിന്റെ തീരുമാനം. അങ്ങനെ അല്പസമയത്തിനകം തന്നെ ഫസ്റ്റ് ഷോ ആരംഭിക്കും. 8 മണിക്കാണ് ആദ്യത്തെ ഷോ തുടങ്ങുന്നത്. ഈ സിനിമയിൽ ദൃശ്യത്തിൻ്റെ എല്ലാ സീരീസും മലയാളികൾ ഏറ്റുവാങ്ങിയതാണ്. ഇത്രയും മികച്ചൊരു ക്രൈം ത്രില്ലർ. അപ്പോൾ അതിൻ്റെ 3ാം ഭാഗത്തിലേക്ക് വരുമ്പോൾ എന്താണ് അതിൽ ജീത്തു ജോസഫ് ഒരുക്കിയിരിക്കുന്ന സസ്പെൻസ് എന്നറിയാനാണ് ഏവരുടെയും ഒരു ആകാംക്ഷ. ഈ നേരത്തെ തന്നെ പ്രീ ബുക്കിംഗ് ഒക്കെ ആരംഭിച്ചിരുന്നു. ഒരാഴ്ചയ്ക്ക് മുന്നേ ആരംഭിച്ച പ്രീ ബുക്കിംഗ് ആണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ ടിക്കറ്റ് എല്ലാം ഫുള്ളുമാണ്, തിയേറ്ററുകളൊക്കെ ഫുള്ളുമാണ്. സൈഫുനീസ പടം തുടങ്ങാൻ ഇനി അരമണിക്കൂർ തികച്ചില്ല. പ്രധാന താരം മോഹൻലാൽ കുടുംബമായി എത്തിയിട്ടുണ്ട്. സുചിത്രയ്ക്കൊപ്പം എത്തിയിട്ടുണ്ട്, പ്രിയതമയ്ക്കൊപ്പം. സേതു, മോഹൻലാൽ എത്തിയിട്ടില്ല. മോഹൻലാൽ അടുത്ത വാഹനത്തിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മോഹൻലാലിൻ്റെ ഭാര്യ സുചിത്ര എത്തിയിട്ടുണ്ട്. മോഹൻലാൽ ഇപ്പോൾ തന്നെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ താരം എസ്തർ എത്തിയിരുന്നു. ഇനി അൻസിബ അടക്കമുള്ള മറ്റു താരങ്ങൾ എത്തുന്നുണ്ട്. ഇപ്പോൾ നടൻ ഇർഷാദ് വരുന്നുണ്ട്. ഓരോ ആർട്ടിസ്റ്റുകളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ പ്രധാനമായിട്ടും ഈ ദൃശ്യം 3യുടെ ഷോയ്ക്ക് മുൻപോ അല്ലെങ്കിൽ അതിന് ശേഷമോ മോഹൻലാൽ ഇവിടെ ആരാധകരെ കാണുമെന്നാണ് മനസ്സിലാകുന്നത്. ഇവിടെ അതിനായിട്ട് പ്രത്യേകം സ്റ്റേജ് ക്രമീകരണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ മോഹൻലാലിൻ്റെ പോസ്റ്ററിനെ അടക്കം സ്റ്റേജ് ക്രമീകരണമുണ്ട്. ഇവിടെ ഓരോ ആർട്ടിസ്റ്റുകളായിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. സിനിമ 8 മണിക്ക് തന്നെ ആരംഭിക്കും. ആദ്യ ഷോയാണ്. ലോകത്താകമാനം എല്ലായിടത്തും ഒരുപോലെയാണ്, ഒരേ സമയത്താണ് ഷോ ആരംഭിക്കുന്നത്. ആ ഷോയാണ് ഇപ്പോൾ തുടങ്ങാൻ പോകുന്നത്. എന്തായാലും മോഹൻലാൽ ആരാധകർക്കൊപ്പം ഇരുന്ന് 65ാം പിറന്നാൾ ദിനത്തിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഹിറ്റ് സമ്മാനിച്ച ദൃശ്യത്തിൻ്റെ 3ാം ഭാഗം ആരാധകർക്കൊപ്പം ഇരുന്ന് കാണും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പോൾ മേജർ രവി എത്തിയിരിക്കുകയാണ്. മോഹൻലാലിൻ്റെ അടുത്ത സുഹൃത്തു കൂടിയാണ് മേജർ രവി. ഇപ്പോൾ സിനിമ കാണാൻ എത്തിയിരിക്കുകയാണ്. പ്രധാനപ്പെട്ട താരങ്ങളെല്ലാം തന്നെ മോഹൻലാൽ ഇവിടെ ഉള്ളതുകൊണ്ട് അവരെല്ലാം തന്നെ ഇവിടെ തന്നെയാണ് സിനിമ കാണുന്നത്. എല്ലാവരും ഇവിടെ എത്താമെന്നുള്ള തീരുമാനത്തിലാണ് ഉള്ളത്. എന്തായാലും ഈ സിനിമയുടെ പ്രധാനപ്പെട്ട താരങ്ങളെല്ലാം തന്നെ ഇനി അൻസിബ ഹസൻ എത്താനുണ്ട്, മോഹൻലാൽ എത്താനുണ്ട്. നമ്മളെല്ലാം കാത്തിരിക്കുന്ന മോഹൻലാലിനെയാണ്. മോഹൻലാൽ എത്തുമെന്നൊരു പ്രതീക്ഷയിലാണുള്ളത്. അദ്ദേഹവും ഉടനെ എത്തുന്ന മോഹൻലാലാണെന്ന് തോന്നുന്നു. ഓരോ താരങ്ങളായി എത്തുന്നുണ്ട് കവിത തിയേറ്ററിലേക്ക്. ഇനിയിപ്പം കാത്തിരിപ്പൊക്കെ ഒരൊറ്റ താരത്തിലേക്കാണ്. ഒരൊറ്റ താരം എത്താൻ വേണ്ടിയാണ്. അത് സാക്ഷാൽ മോഹൻലാലാണ്. സിനിമയുടെ എല്ലാം എത്തിയിരിക്കുന്നു. മീനയാണ് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ മീന എത്തിയിരിക്കുന്നു. ഇനി മോഹൻലാൽ കൂടി വരാനുണ്ട്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രമാണ്. കുടുംബാംഗങ്ങളാണ് ഓരോരുത്തരായി എത്തിക്കൊണ്ടിരിക്കുന്നത്. ജോർജ് കുട്ടിയുടെ കുടുംബാംഗങ്ങളെ സേതു കേട്ടില്ല. ജീത്തു ജോസഫ് എത്തിയായിരുന്നോ? ജീത്തു ജോസഫ് എത്തിയിട്ടില്ല. ആദ്യം എത്തിയത് എസ്തറാണ്. എസ്തറിന് ശേഷമാണ് ഇപ്പോൾ മറ്റ് താരങ്ങളൊക്കെ തന്നെ എത്തിക്കൊണ്ടിരിക്കുന്നത്. മീന എത്തിയിരിക്കുന്നത്. ഇവിടെ നമുക്കറിയാം കവിത തിയേറ്റർ 1000 സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള തിയേറ്ററാണ്. അതുകൊണ്ട് തന്നെ പരമാവധി ആരാധകരെയും ഇവിടെ എത്തിയാൽ കാണാമെന്നുള്ളത് കൊണ്ട് ഇവിടെ എത്തി ആരാധകരെ കാണാനുള്ള തീരുമാനത്തിൽ ഇന്നലെ മോഹൻലാൽ ഇവിടെ എത്താമെന്ന് ഇന്നലെ രാത്രി തുടരൂ.